അവൻ 5 വട്ടം റിവിഷൻ കഴിഞ്ഞു. ഇവൻ സയൻസ് മൊത്തം പഠിച്ചു തീർത്തു. പക്ഷെ ഞാൻ ഇപ്പോഴും ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെയാണ്. ഈയൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടോ? കൂട്ടുകാർ പഠിച്ചു തീർത്തത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ പേടി വരാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മറ്റുള്ളവരുടെ വേഗത നോക്കി നിങ്ങളുടെ യാത്രയെ വിലയിരുത്തരുത്. 1. എല്ലാവരും വ്യത്യസ്തരാണ്. എവ്രി വൺ ഇസ് യുണീക്ക്. നമ്മുടെ കയ്യിലെ 5 വിരലുകളും ഒരുപോലെയല്ല. അതുപോലെയാണ് ഓരോരുത്തരുടെയും പഠനരീതിയും. ചിലർക്ക് ഒരു കാര്യം വേഗത്തിൽ മനസ്സിലാകും, ചിലർക്ക് അത് കൂടുതൽ സമയമെടുക്കും. മറ്റൊരാൾ ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നത് നിങ്ങൾ 2 ദിവസം കൊണ്ട് പഠിച്ചാലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ തലച്ചോറിൽ കൃത്യമായി ഇരിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. 2. പ്രകടനത്തെക്കാൾ പുരോഗതി നോക്കുക. ഫോക്കസ് ഓൺ പ്രോഗ്രസ്. നിങ്ങളുടെ മത്സരം ക്ലാസ്സിലെ ടോപ്പറോടോ അല്ലെങ്കിൽ അയൽപ്പക്കത്തെ കുട്ടിയോടോ ആകരുത്. നിങ്ങളുടെ മത്സരം ഇന്നലത്തെ നിങ്ങളോടാകണം. ഇന്നലെ നിങ്ങൾക്കറിയില്ലാത്തൊരു കാര്യം ഇന്ന് നിങ്ങൾ പഠിച്ചോ? ഇന്നലത്തേക്കാൾ 1% നിങ്ങൾ മുന്നിലാണോ? എങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. ഈ ചെറിയ മാറ്റങ്ങളാണ് വലിയ വിജയത്തിലേക്ക് നയിക്കുന്നത്. 3. സോഷ്യൽ മീഡിയയിലെ പഠന ഷോ. സോഷ്യൽ മീഡിയ ട്രാപ്പ്. ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും കൂട്ടുകാരിടുന്ന സ്റ്റഡി ഹാർഡ് സ്റ്റാറ്റസുകൾ കണ്ട് ടെൻഷൻ അടിക്കരുത്. പലപ്പോഴും മറ്റുള്ളവർ കാണിക്കുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് എത്രത്തോളം. 4. പോസിറ്റീവായി ഇരിക്കുക. സ്റ്റേ പോസിറ്റീവ്. നെഗറ്റീവായി സംസാരിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് ഈ സമയത്ത് അല്പം വിട്ടുനിൽക്കുക. പരീക്ഷ കടുപ്പമായിരിക്കും, തോറ്റുപോയാലോ എന്നൊക്കെ പറയുന്നവർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. പകരം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോട് സംസാരിക്കുക. എപ്പോഴും ഓർത്തിരിക്കുക, നിനക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. പരീക്ഷാ പേപ്പറിൽ നിങ്ങളുടെ പേരാണ് എഴുതുന്നത്, മറ്റൊരാളുടെ അല്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിക്കും. അതുകൊണ്ട് പേടി വേണ്ട, ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക.